ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരി ഉപയോഗിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിത് രാവിലത്തേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ചെയ്യാം, രാത്രി അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു മിക്സി ജാറിലേക്ക് ആദ്യം 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് 3 കപ്പ് വെള്ളവും 1 കപ്പ് പാലും ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഡബിൾ ഹോർസിൻ്റെ പാലപ്പം മിക്സാണ്. ഇത് 1/2 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഈ പാക്കറ്റിന് വേണ്ട അളവാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പക്ഷെ അത് വലിയ സക്സസ് ആയി തോന്നിയിട്ട. ഞാൻ പറഞ്ഞ അളവിൽ കറക്റ്റായി ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് പാലപ്പം കിട്ടും. പിന്നെ നമ്മൾ മിക്സി ജാറിൽ എന്തെങ്കിലും അടിക്കുമ്പം ആദ്യം വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആദ്യം പൊടി ചേർത്താൽ അത് കറക്റ്റായിട്ട് അടിയൂല. അടിയിൽ പൊടി എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ ആദ്യം വെള്ളം ചേർത്താൽ നമുക്ക് കറക്റ്റായിട്ട് പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അടിച്ചെടുത്ത ബാറ്റർ നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഞാനിതുപോലെ 1/2 കിലോൻ്റെ ഒരു പാക്കറ്റും കൂടി ഇതേ അളവിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 1/2 കിലോ മതിയെങ്കിൽ 4 കപ്പ് വെള്ളവും 1.5 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പിടുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 1 കിലോ പാക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 കപ്പ് വെള്ളം ആ അളവിൽ എടുത്താൽ മതി, ഡബിളായി ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 പാക്കറ്റും അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു പാലപ്പത്തിന് പറ്റിയ ഒരു കറി ഉണ്ടാക്കാം. ഒരു വെറൈറ്റി തേങ്ങാക്കൂട്ടിയ കടലക്കറിയാണ്. ഇതിലെന്തൊക്കെ വേണമെന്ന് ഒന്ന് കണ്ടു നോക്ക്. ഇത് ഞാൻ രാത്രി കുതിർത്തി വെച്ച കടലയാണ്. 2 കപ്പ് കടലയുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം. ഇനി ചേർക്കേണ്ടത് ഒരു സവാള കട്ട് ചെയ്തതാണ്. പിന്നെ 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 4 പൊട്ടാറ്റോ തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്തതാണ്, ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1.5 കപ്പ് വെള്ളമാണ്. ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അത് ചതക്കിയൊന്നും വേണ്ട, അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് ഒരു 8 വിസിലാകുന്നവരെ കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലിനനുസരിച്ച് ചെയ്താൽ മതി. അങ്ങനെ ഇതാ കടല നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, പക്ഷെ വെള്ളം ചേർക്കേണ്ട കേട്ടോ. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാല് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഫ്ലേവറിന് മാത്രം ഗരം മസാല പൗഡറാണ്. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി, നല്ല മണം കിട്ടും. കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഇനി ഈ കറി ഒന്ന് കാച്ചിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പം 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്റർ നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 1 കിലോ പൊടിക്ക് 8 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്.
സാധാരണ നമ്മളിപ്പോൾ പാലപ്പൊക്കെ ചുടുമ്പം രാത്രി അരച്ച് വെക്കണം, വലിയ പണിയല്ലേ. ഇതാകുമ്പം ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ നമുക്ക് രാവിലെ അരച്ച് വെച്ചാലിന് നമുക്ക് നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടും. നമുക്കിപ്പോൾ ടിഫിനിലാക്കി കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലോ എല്ലാം ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ബാറ്റർ എടുത്തിട്ട് പാലപ്പത്തിൻ്റെ ചട്ടിയിൽ 2 തവി ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് മൂടി വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒരു 2 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, സൈഡൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. നമ്മളെ ബിസി ഡേയ്സിലോ അല്ലെങ്കിൽ മടി പിടിച്ച ദിവസങ്ങളിലെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അരി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് രാത്രി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്, ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ കറീൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത്, നല്ല കോമ്പിനേഷനാണ്. പാലപ്പവും കടലക്കറിയും മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.